ഹലോ, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ഇന്ന് കാലാവസ്ഥാ പ്രവചകർ റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച ദിവസമാണ് ഇന്ന് കോഴിക്കോട്. അത്യാവശ്യം ഉരുൾപൊട്ടൽ കാര്യങ്ങൾ മഴ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്താണെന്ന് അറിയില്ല, ഒരു 3-3:30-4 മണി വരെ ഒന്നും മഴയില്ല ഇന്ന്. ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞ് കാണിക്കേണ്ട ദിവസമായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് കൺസൾട്ട് ഒക്കെ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ കാണിച്ചിട്ടൊക്കെ വന്നു. 10 നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടൊരു കാഴ്ച, എവിടെ പോയാലും ആൾക്ക് കളി നിർബന്ധമാണ് കേട്ടോ. തിരിച്ച് വരുന്ന വഴിക്ക് നല്ല അടിപൊളി ക്ലൈമറ്റ്. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ പ്രവചനമൊന്നും പറയാൻ പറ്റില്ല. കാരണം കാർമേഘങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ കറുത്തിരുണ്ട് കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ മഴ മാത്രം പെയ്യുന്നില്ല. അത് അവർ വിചാരിക്കേണ്ട മേഘങ്ങളല്ലേ. സമയമാകുമ്പോൾ അങ്ങ് പെയ്ത് തുടങ്ങും. പിന്നെ പെയ്ത് തുടങ്ങിയാൽ പിന്നെ നിൽക്കലുണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള ബൈക്ക് യാത്ര അടിപൊളിയാട്ടോ. പിന്നെ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴി ഞങ്ങൾ വണ്ടി ഒന്ന് കുറച്ച് ദിവസമായി വർക്ക്ഷോപ്പിൽ, അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇങ്ങനെ ഒരു സമരമൊക്കെ കാണുന്നത്. ഭയങ്കര വില വർധന കൂടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പോൾ വണ്ടി റെഡിയാക്കാൻ വേണ്ടി 2-3 സാധനമൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. KSFCയിലാണ്. അത്യാവശ്യം മൾട്ടി ഡിവിഷൻ ചിട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 15 ലക്ഷത്തിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ പോയി. പിന്നെ 2 സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് SBIയിലാണ്. അപ്പോൾ എനിക്കൊന്ന് അവിടെ ഒന്ന് ഒരു ആപ്ലിക്കേഷൻ കാര്യമൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വൈകുന്നേരം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് സർജറി കഴിഞ്ഞിട്ട്, എൻ്റെ സെയിം സർജറി തന്നെയാണ്, അത് കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊന്ന് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് സ്ഥിരം പരിപാടി വടകര റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് കുടുങ്ങിയിട്ടുണ്ട്. 2 ട്രെയിൻ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിതാ അടിപൊളി വ്യൂ കേട്ടോ. കാരണം ആവിക്കൽ കടപ്പുറത്തിൻ്റെ അവിടെ അതിലൂടെ പോകുന്ന സമയത്ത് എന്താണെന്നറിയില്ല, ഒരുപാട് ലോങ് ഈ ഒരു കടപ്പുറത്തൂടെ ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് കൂളായിട്ട് നമുക്ക് ഈ തിരമാലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭയങ്കര റിലീഫാണത്. ഞാനും മോൾ എന്തൊക്കെയോ കൈ കൊണ്ടൊക്കെ ജസ്റ്റ് വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യുന്ന കാരണം പിന്നെ ഹസ്ബൻഡിനെ കൂട്ടിയില്ല. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരെ 7:30 കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്.